ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡൽഹി പോലീസിന്റെ മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ എന്ത് തന്നെയായി? എക്സാംസ് നമുക്ക് അടുത്ത് വരാറായി. അപ്പം നിങ്ങൾ മാക്സിമം നല്ല പ്രിപ്പറേഷൻ ആണെന്ന് നമുക്കറിയാം. അതിന്റെ കൂട്ടത്തില് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഇതിൽ തരുന്ന ക്വസ്റ്റ്യൻസ് മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ടാണ് നിങ്ങൾ പോവേണ്ടത്. ഓക്കെ, ആ ഒരു ടൈപ്പ് വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. പിന്നെ മോസ്റ്റ് എക്സ്പെക്ടഡ് എന്ന് പറഞ്ഞ് ഇടുന്നെങ്കിലും ആ ഒരു ടൈപ്പ് അതേപോലെ തന്നെ ചോദിക്കണമെന്നല്ല, ആ ഒരു കൺസെപ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അതിന്റെ റിലേറ്റഡ് ആയിട്ട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അപ്പം എഴുതാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. If Raman drives his bike at a speed of 24 km per hour, he reaches his office 5 minutes later. If he drives at a speed of 30 km per hour, he reaches his office 4 minutes early. How much time will he take to reach his office at a speed of 27 km per hour? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ചെയ്യാനായിട്ട് നോക്കിയ കുറച്ച് സമയം നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഞാൻ തരാം. അപ്പോ മാക്സിമം സ്പീഡിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നോക്കിയാൽ നമ്മൾ ചെയ്യുന്നത് റിവിഷൻ ക്ലാസ് ആണ്, ഒരിക്കലും ബേസിക് ക്ലാസ് അല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്പീഡിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ ഓക്കെ ആണല്ലോ? ചെയ്തേ. വേണ്ട ഡേറ്റാസ് ഒന്ന് എഴുതി എടുത്തായിരുന്നോ? ഒരു മിനിറ്റ്, ഞാൻ നിങ്ങളുടെ വീഡിയോ റെക്കോർഡ് ആവുന്നു എന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഓക്കെ 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 അപ്പൊ ചെയ്തോ. കൃത്യം ഒരു മിനിറ്റ് ആണേ. ഓക്കെ, എന്നാ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ രമൺ ആദ്യം പോയിക്കൊണ്ടിരുന്നത് 24 കിലോമീറ്റർ പെർ അവറിലായിരുന്നു. അപ്പോഴവർ 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് എത്തിയത്. ഇനി അടുത്തത് അയാൾ ഒരു 30 കിലോമീറ്റർ പെർ അവറിൽ പോവുകയാണെങ്കിലോ 4 മിനിറ്റ് നേരത്തെ എത്തും. അങ്ങനെയാണെങ്കിൽ അയാള് 27 കിലോമീറ്റർ പെർ അവറിൽ പോവുകയാണെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ടിട്ട് അവിടെ എത്തും? അപ്പൊ ഇവിടുന്ന് മനസ്സിലാവുന്ന കാര്യം, അയാൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഡെസ്റ്റിനേഷൻ സെയിം ആണ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഇവിടെ സെയിം ആണ്. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കൺസെപ്റ്റ് എന്താ? നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി കൺസെപ്റ്റ് അറിഞ്ഞിട്ടില്ലേ? ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്കറിയാം സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് സ്പീഡിന്റെ റേഷ്യോ ഇനിഷ്യൽ വാല്യൂ ഫൈനൽ വാല്യൂ എഴുതാം. സ്പീഡ് ഇനിഷ്യലി 24 ആയിരുന്നു, അതിപ്പോഴെത്രയായി? 30 ആയി. അപ്പോ നമ്മൾ റേഷ്യോ എടുത്ത് മാറ്റുന്നു. 4:5 ആണ് സ്പീഡിന്റെ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ടൈമിന്റെ റേഷ്യോ എത്ര? 5:4 ആണ് ടൈമിന്റെ റേഷ്യോ. ഇനി അടുത്തത്, how much time will he take to reach his office at a speed of 27 km? ടൈം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം സ്പീഡ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ആണ് ടൈം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് അറിഞ്ഞാലേ ചെയ്യാൻ പറ്റൂ. ഇവിടെ പക്ഷെ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡിലും ഡിസ്റ്റൻസ് സെയിം ആണ്. ഇവിടുന്ന് ക്വസ്റ്റ്യൻ ഒരു കാര്യം തന്നിട്ടുണ്ട്, 24 കിലോമീറ്റർ പെർ അവറിൽ പോയപ്പോൾ 5 മിനിറ്റ് ലേറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ പ്ലസ് 5 മിനിറ്റ് എടുക്കുന്നു. ഇനി അടുത്തത് 30 പോവുകയാണെങ്കിലോ 4 മിനിറ്റ് നേരത്തെ എത്തി, അപ്പൊ -4. നമുക്ക് നോക്കുമ്പോൾ ഇവർ രണ്ടും തമ്മിലുള്ള വ്യത്യാസം 1 യൂണിറ്റ്. ഈ 1 യൂണിറ്റ് എന്ന് പറയുന്നതല്ലേ ഇവർ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ എത്ര വരുന്നേ? 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 9 മിനിറ്റ്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. കാരണം +5 -4 എന്ന് പറയുമ്പോൾ 9 എന്നാണ് നമുക്ക് വരിക. ഇനി അടുത്തത് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഇൻറ്റു ടൈം. ഈ സൈഡിലുള്ള സ്പീഡും ടൈമും കണ്ടുപിടിച്ചാൽ നമുക്ക് ഡിസ്റ്റൻസ് ഉറപ്പായിട്ട് കണ്ടുപിടിക്കാം. ഒന്നുകിൽ ഈ സൈഡ് എടുക്കുക, അല്ലെങ്കിൽ ഈ സൈഡിന്റെ കണ്ടുപിടിക്കുക. അപ്പൊ ഞാൻ ഈ ഒരു സൈഡാണ് നിൽക്കുന്നത്. ഇവിടത്തെ സ്പീഡ് എനിക്ക് 24 അറിയാം, ഉടനെ 4 എഴുതി വെക്കുന്നത്. അത് നമ്മൾ ചെറുതാക്കിയ വാല്യൂ ആണ്. എക്സാക്ട് വാല്യൂ വേണം ഇവിടെ എടുത്ത് എഴുതാൻ.
ടൈം 5 യൂണിറ്റ് ആണ്. 5 യൂണിറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. 1 യൂണിറ്റ് 9 മിനിറ്റ് ആണ്. അപ്പോ 5 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 5 × 9 45 മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്താ 45 മിനിറ്റ് എന്ന് എഴുതുക. ഓക്കെ, അപ്പൊ 45 മിനിറ്റിനെ നമ്മൾ അവറിലോട്ട് ആക്കണം. അപ്പൊ ഡിവൈഡ് ബൈ 60 ഒക്കെ നമ്മൾ എഴുതി. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ്. ഇനി ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ആണ് ടൈം. ഇവിടുത്തെ സ്പീഡ് എത്ര? 27 km/h. അപ്പൊ നമ്മുടെ ഡിസ്റ്റൻസ് 24 × 45 ഡിവൈഡ് ബൈ 60 ആണ്. അതേ ഡിവൈഡഡ് ബൈ സ്പീഡ് 27. അപ്പോ 27 നമ്മൾ റെസിപ്രോക്കൽ ആയിട്ട് എഴുതണം. അപ്പൊ 24 × 45 ഡിവൈഡ് ബൈ 60 × 1/27. ഇത് ക്യാൻസൽ ചെയ്ത് കളയാ. ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമ്മൾ 9 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 3 വരും, ഇവിടെ ഒരു 5 വരും. വീണ്ടും നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു 8 വരും. വീണ്ടും ഇത് രണ്ടും കൂടെ നമ്മൾ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 12 എന്ന് കിട്ടും. 12 എന്ന് കിട്ടും. വീണ്ടും ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യാം 4 വെച്ചിട്ട്. 4 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ് വരിക, ഇവിടെ 3 ആണ് വരുന്നത്. 2/3 hours എന്നാണ് വരിക. 2/3 hours എന്ന് പറഞ്ഞാൽ എന്താ? മിനിറ്റിലോട്ട് മാറ്റുക. 2/3 × 60. മിനിറ്റ് അവറിനെ മിനിറ്റിലോട്ട് ആക്കാൻ എന്ത് ചെയ്യണം? ×60 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്ര? 40 മിനിറ്റ് ആണ് ആൻസർ ആയിട്ട് വരിക. 40 മിനിറ്റ്. ഓപ്ഷൻ എ 40 മിനിറ്റ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് ക്ലിയർ ആയോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ 24 km/h 30 km/h പോകുന്ന കേസില് രണ്ടും സ്പീഡാണ് തന്നിരിക്കുന്നതും അതും രണ്ടും പോകുന്ന ഏത് ഡെസ്റ്റിനേഷനിലോട്ടാ? അയാൾ പോകുന്ന ഡെസ്റ്റിനേഷൻ രണ്ടിലും കോമൺ ആയിട്ട് നിൽക്കുവാണ് എന്ന് പറഞ്ഞാൽ ഓഫീസിലോട്ടാണ് പോകുന്നത്. ഓക്കെ, എന്ന് പറയുമ്പോൾ അതിൽ ഡിസ്റ്റൻസിന് വ്യത്യാസമൊന്നുമില്ല. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിട്ട് വരുവാണ്. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിട്ട് വരുവാണെങ്കിൽ സ്പീഡും ടൈമും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ഇനി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഒരു കോൺസ്റ്റന്റ് ഡിസ്റ്റൻസിൽ നിങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നത്, നിങ്ങൾ ഓഫീസിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്നത് ഡിസ്റ്റൻസ് സെയിം ആണ്. എല്ലാ ദിവസവും ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പൊ നിങ്ങൾ സ്പീഡ് കൂടുതലാക്കി പോവുകയാണെങ്കിൽ നിങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ വീട്ടിലെത്തും. ഇനി കുറച്ച് സ്പീഡ് പോവുകയാണെങ്കിലോ നിങ്ങൾ ഒരുപാട് സമയം എടുത്ത് വീട്ടിൽ എത്തത്തുള്ളൂ. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സ്പീഡിന്റെ റേഷ്യോ 24 30 എന്ന് എഴുതി. ടൈമിന്റെ റേഷ്യോ 5:4 എന്ന് നമുക്ക് അവിടെ നിന്ന് കിട്ടി. ഇനി 24 പോയപ്പോൾ 5 മിനിറ്റ് ലേറ്റ് ആയി, 30 പോയപ്പോൾ 4 മിനിറ്റ് ഏർലി ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന ഇവിടെ നമ്മൾ വ്യത്യാസം 1 യൂണിറ്റ് ആണ് 9 മിനിറ്റ്. 1 യൂണിറ്റ് 9 മിനിറ്റ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമുക്ക് വേണ്ടത് 27 km/h പോകാൻ എടുക്കുന്ന സമയമാണ്. ആ സമയം കണ്ടുപിടിക്കണമെങ്കിൽ എന്തായാലും ഡിസ്റ്റൻസും സ്പീഡും അറിഞ്ഞിരിക്കണം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇവിടെ ആകെ ഒരു വഴിയുള്ളൂ, സ്പീഡിന്റെ ടൈം ആണ്. സ്പീഡിന്റെ 24, ടൈമിന്റെ 45. ഓക്കെ, കാരണം ഇവിടെ 5 യൂണിറ്റ് 45 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഈ 45 മിനിറ്റിലാണ് അതേ ഡിവൈഡ് ബൈ 60 കൊടുക്കുക. ഓക്കെ, അതെല്ലാം ചെയ്തപ്പോൾ ഡിസ്റ്റൻസ് കിട്ടി. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ആകുമ്പോൾ എത്ര? 27. അപ്പൊ നമുക്ക് കിട്ടുന്ന എന്താ? 2/3 hours ആണ്. 2/3 ഹവേഴ്സിനെ മിനിറ്റിലോട്ടാക്കാൻ ×60 ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര ആൻസർ വരുന്നത്? 40 മിനിറ്റ്സ്. ഓക്കെ ആണല്ലോ അത്രയും ക്വസ്റ്റ്യൻ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ പെട്ടെന്നായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുക. നിങ്ങൾക്ക് ഇപ്പോഴും 1 മിനിറ്റ് ആണ് സമയം കിട്ടുക. 1 മിനിറ്റ്. അതുകൊണ്ട് മാക്സിമം സ്പീഡിൽ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം ലെവലുള്ള ക്വസ്റ്റ്യൻ, ഞാൻ ആദ്യമേ പറയാം, അത്യാവശ്യം ലെവലുള്ള ക്വസ്റ്റ്യൻ ആണ് എടുത്തേക്കുന്നത്. തീരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല എടുത്തേക്കുന്നത്. ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ അത് മനസ്സിലാക്കണം. നിങ്ങൾ അഥവാ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു കൺസെപ്റ്റ് കിട്ടി എന്ന് ആലോചിച്ചാൽ മതി. അല്ലാതെ പാനിക് ആവണ്ട. എക്സാമിന് വേണ്ടി മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളും അറിയാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ കാണുന്നതുകൊണ്ടായിരിക്കാം. ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് നല്ലതാണ്. ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ നോക്കി പഠിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോ a sum of money becomes 77/50 of itself in 18/5 years when invested at a simple interest. Simple interest in the case la parayunnathu what is the rate of interest per annum? Rate of interest aanu choichirunnu. Okay, korchu samayam tharam. (77/50 of itself)
പ്രിൻസിപ്പിളിന്റെ 77/50 ആണ് അതിന്റെ എമൗണ്ട് ആവുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോ പ്രിൻസിപ്പിളും എമൗണ്ട് ആണെന്ന് അസ്യൂം ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 18/5 ഇയേഴ്സ് ആണ്. 18/5 ഇയേഴ്സ് എന്ന് വെച്ചാൽ എന്താ? അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 3.6 ഇയേഴ്സ് ആണ് 18/5 ഇയേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇനി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് എന്തിലാ? സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാനിപ്പോ ചെയ്യാം. ഓക്കെ, സമയം കഴിഞ്ഞിട്ടോ നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് മണി ബിക്കം 77/50 ഓഫ് ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞാൽ സം ഓഫ് മണി പി ഇസ് ഇക്വൽ ടു സം ഓഫ് മണി ബിക്കംസ്, അപ്പൊ എമൗണ്ട് ഇസ് ഇക്വൽ ടു 77/50 ഓഫ് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ A/P ഇസ് ഇക്വൽ ടു 77/50 എന്നാണ്. ഇത് കാണുമ്പോഴേ നിങ്ങൾ ആലോചിച്ചോളണം. സം ഓഫ് മണി ബിക്കം 77/50 ഓഫ് ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞാൽ താഴെ ഉള്ളതാണ് ഒറിജിനൽ പ്രിൻസിപ്പിള്, മുകളിലുള്ള 77 എന്താ? എമൗണ്ട് ആണ്. ഓക്കെ. അപ്പോ നമ്മൾ കൊടുത്ത എമൗണ്ട് പ്രിൻസിപ്പിൾ 50 ആയിരുന്നു, ഇപ്പൊ അത് 77 യൂണിറ്റ് ആയി. തന്നേക്കുന്ന ഒരു 27 ആണ് നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 50 ആയിരുന്നു പ്രിൻസിപ്പിൾ, ഇപ്പൊ അത് 77 ആയി എന്ന് പറഞ്ഞാൽ 27 എന്താണ്? പ്രിൻസിപ്പിൾ, 27 ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, 27 ഇൻട്രസ്റ്റ്. നമുക്ക് ഈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കാം. ഈ 27 ഇൻട്രസ്റ്റ് എത്ര വർഷത്തേക്കാണ് കിട്ടിയേക്കുന്നേ? 18/5 ഇയേഴ്സിലത്തേക്കാണ് എന്ന് പറഞ്ഞാൽ 3.6 ഇയേഴ്സിലേക്കാണ് എന്തെന്ന് പറയുന്നത് 27 യൂണിറ്റ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 27 എന്ന് പറഞ്ഞാൽ 50ന്റെ എത്ര ശതമാനമാണെന്ന് നമുക്ക് നോക്കാം. കാരണം പെർസെന്റേജിലാണ് നമുക്ക് ഉത്തരം ചോദിച്ചേക്കുന്നത്. അപ്പൊ 27, 50ന്റെ എത്രയോ ശതമാനം പലിശയാണ് 27 എന്ന് പറയുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുമ്പോഴേ നമുക്ക് 54% ആണെന്ന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ 50ന്റെ 54 ശതമാനമാണ് 27 യൂണിറ്റ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 54 ശതമാനം എന്ന് പറഞ്ഞാൽ എന്താ? ഈ 54 ശതമാനം 27 യൂണിറ്റ് 3.6 വർഷത്തേക്കാണ്. എന്ന് പറഞ്ഞാൽ 3.6 ഇയേഴ്സിലേക്കാണ് 54 ശതമാനം അയാൾ പലിശ കിട്ടിയത്. ഇനി നമ്മുടെ ചോദ്യം എന്താ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം, ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക, 1 ഇയറിലേക്കുള്ള ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. അപ്പൊ 54 ഡിവൈഡഡ് ബൈ 3.6 ചെയ്യുക. ഒരു വർഷത്തേക്കുള്ളത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 3.6 വെച്ച് ഡിവൈഡ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? പോയിന്റ് മാറ്റാൻ വേണ്ടി താഴെയും മുകളിലും 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 540 ഡിവൈഡഡ് ബൈ 36, ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യാം. 90 ഡിവൈഡഡ് ബൈ 6 വീണ്ടും ക്യാൻസൽ ചെയ്തു. നമുക്ക് കിട്ടാൻ എന്താണ്? 15% ആണ് ആൻസർ. ഇത് ഓപ്ഷൻ ഇല്ലല്ലോ, നൺ ഓഫ് ദിസ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഒരു സം ഓഫ് മണി 77/50 ആവുന്നത് 18/5 ഇയേഴ്സ് കൊണ്ടിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? എമൗണ്ട് ഇസ് ഇക്വൽ ടു 77/50 ഇൻറ്റു പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് എമൗണ്ടിന്റെ നേർക്ക് 77ഉം പ്രിൻസിപ്പലിന്റെ നേർക്ക് 50ഉം വന്നു. അവിടെ നിന്ന് എന്ത് മനസ്സിലായി? പ്രിൻസിപ്പൽ 50 ആയിരുന്നു, 3.6 വർഷം കഴിഞ്ഞപ്പോൾ അത് 77 ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ 27 യൂണിറ്റ് ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് വരിക. അപ്പൊ 27 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100 ക്യാൻസൽ ചെയ്യാം. 54% ആണ് നമുക്ക് കിട്ടുന്ന പലിശ. ഈ 54% എത്ര വർഷത്തേക്കാ? 3.6 ഇയേഴ്സിലേക്കാണ്. നമുക്ക് വേണ്ടത് ഒരു വർഷത്തേക്കുള്ളതാണ്. 1 ഇയറിലേക്ക് ആകുമ്പോൾ 54 ഡിവൈഡഡ് ബൈ 3.6, പോയിന്റ് മാറ്റാൻ വേണ്ടി താഴെ മുകളിലും 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് കിട്ടുന്ന ആൻസർ 15. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കേ. If the surface area of two spheres are in the ratio 49:81, then find the ratio of their volumes. അപ്പൊ രണ്ട് സ്ഫിയർ ഉണ്ട്, അവരുടെ സർഫസ് ഏരിയ 49:81 ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ വോളിയമിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, രണ്ട് സ്ഫിയർ ഉണ്ട്, അവരുടെ സർഫസ് ഏരിയ. സർഫസ് ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ സർഫസ് ഏരിയ. അതിന്റെ ഇക്വേഷൻ എന്താ? 4πr² ആണ് സർഫസ് ഏരിയ ഇക്വേഷൻ. അതിന്റെ രണ്ട് സ്ഫിയറിന്റെ സർഫസ് ഏരിയ റേഷ്യോ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താ? അവരുടെ വോളിയം. വോളിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ക്യൂബ് ആണ്, 4/3πr³ ആണ് വോളിയം എന്ന് പറയുന്നത്. റേഷ്യോ എടുക്കുമ്പോ എന്തായാലും രണ്ട് സ്ഫിയറിന്റെ റേഷ്യോ എടുക്കുമ്പോ എന്തായാലും 4π ആദ്യത്തെ കേസിൽ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ഈ തന്നേക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ r1² r2² ആണ്.
അവരുടെ രണ്ടുപേരുടെ റേഡിയസിന്റെ സ്ക്വയർ ആണ് ഈ തന്നേക്കുന്ന വാല്യൂ. നമുക്ക് മനസ്സിലാവുന്ന അങ്ങനെയാണ്. അപ്പോ അതിന്ന് ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അതിന്റെ വോളിയം അല്ലേ എന്ന് പറഞ്ഞാൽ R1 ക്യൂബിന്റെ R2 ക്യൂബ്. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകുന്ന മനസ്സിലായി. എന്ത് ചെയ്താൽ മതി? റേഡിയസിന്റെ ക്യൂബ് രണ്ട് സ്ഥലത്തും എടുത്താൽ മതി. അപ്പോ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത് R1ന്റെ വാല്യൂ ഇപ്പോ R1:R2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാല്യൂ 7 ആണ്, ഇതിന്റെ വാല്യൂ 9 ആണ്. കാരണം റൂട്ട് എടുത്താൽ മതി. അപ്പൊ R1 R2 കിട്ടും. നമുക്കിനി വേണ്ടത് എന്താ? R1 ക്യൂബ് R2 ക്യൂബ്. എന്ത് ചെയ്താൽ മതി? 7ന്റെ ക്യൂബ് എടുക്കുക. 7ന്റെ ക്യൂബ് ആവുമ്പോൾ 343. ഇനി അടുത്തത് 9ന്റെ ക്യൂബ് എടുക്കുക. 729. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ് ഒരു സ്ഫിയറിന് വേണ്ടിയിട്ട്. അപ്പോ നമുക്കത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 49:81 ആണെന്ന്. 4πr² ഡിവൈഡഡ് ബൈ 4πr² നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകുന്ന ഏതാ? 4π മാത്രം ക്യാൻസൽ ചെയ്യും. അവിടെ നിൽക്കുന്നത് R1² ഓക്കെ ആണ്. അപ്പോ നമുക്ക് ഇനി കിട്ടുന്നത് R1:R2 എന്ന് പറയുന്നത് 7:9 ആണ് നമുക്ക് കിട്ടുക. അതിൽ R1³ എന്ന് പറയുന്നത് 343. 7 ക്യൂബും 9 ക്യൂബും ആകുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് സമയം തരാം. നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. ചെയ്ത് നോക്കിക്കേ. 1 മിനിറ്റ് സമയം തരാം. 1 മിനിറ്റ് കുറച്ചുകൂടെ സമയം തരാം. കാരണം ക്വസ്റ്റ്യൻസ് വായിച്ചെടുക്കാൻ തന്നെ അത്യാവശ്യം സമയം എടുക്കുമല്ലോ നിങ്ങൾ. ഓക്കെ, അപ്പോ നിങ്ങൾ മാക്സിമം കുറച്ചുകൂടെ സമയം എടുത്തോ. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ടെന്നും ഒന്ന് വായിച്ചു നോക്കുക. മനസ്സിലാക്കിയ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്റ്റാർട്ട് ചെയ്യാന്ന്. ഓക്കെ. In an election between TRS, 3 പേരാണ് ഉള്ളത്. 1/10 of the votes polled were invalid. ടോട്ടൽ വോട്ടിന്റെ 1/10 എന്താണ്? ഇൻവാലിഡ് ആണ്. അപ്പൊ ടോട്ടൽ വോട്ട് ഇപ്പൊ 100 ആണ് വെച്ചോ. ടോട്ടൽ വോട്ട് 100 ആണെങ്കിൽ അതിന്റെ 1/10 അങ്ങ് പോയി എന്ന് പറഞ്ഞാൽ എന്താ? 10 വോട്ട്സ് ഇൻവാലിഡ് ആണ്. ബാലൻസ് ഉള്ള എത്ര? 90 വോട്ടാണ് വാലിഡ് ആയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി of the total votes are invalid. Votes polled in favor of R and S are half of the total votes polled. എന്ന് പറഞ്ഞാൽ Rനും Sനും ഫേവർ ആയിട്ട് കിട്ടുന്ന വോട്ട്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോട്ട്സിന്റെ ഹാഫ് ആണ്. എന്ന് പറഞ്ഞാൽ Rനും Sനും കൂടെ ചേർന്ന് 100ന്റെ പകുതി 50 കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇനി and they get equal votes. രണ്ടുപേർക്കും ഈക്വൽ വോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ 50ന്റെ പാതി ഇങ്ങോട്ടും വരും, 50ന്റെ പാതി ഇവിടെയും വരും. 25-25. അത് ഓക്കെ ആണല്ലോ. ബാലൻസ് ഇവിടെ ഉള്ള കാര്യം പറയുന്നില്ല. ഇവിടെ എന്തായാലും 40 വരത്തുള്ളൂ. കാരണം ഇവിടെ എന്താണ്? ഇവിടെ രണ്ടും കൂടെ ചേർന്ന് 50 വന്നു. പിന്നെ വാലിഡ് വോട്ടിന്റെ 40 ഇവിടെ അല്ലേ ഇവിടെ വരത്തുള്ളൂ. എന്നാലേ മൊത്തത്തിൽ 90 വോട്ട് വരത്തുള്ളൂ. വാലിഡ് ആയിട്ടുള്ള വോട്ടല്ലേ നമ്മൾ എടുക്കത്തുള്ളൂ. ഓക്കെ. ഡ്യൂ ടു എ ഫോൾട്ട് ഇൻ ദ മെഷീൻ, ഹാഫ് ഓഫ് ദ വോട്ട്സ് ഓഫ് S and half of the invalid votes are counted
അഡീഷണലി ഇൻ ഫേവർ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ മെഷീനിൽ ഒരു കംപ്ലൈന്റ് വന്നത് കാരണം എസിന്റെ പകുതി വോട്ടും എന്ന് പറഞ്ഞാൽ 25ന്റെ പകുതി 12.5 അപ്പൊ 12.5 ആറിന് വന്നു. അതേപോലെ ഹാഫ് ഓഫ് ദ ഇൻവാലിഡ് വോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇൻവാലിഡ് വോട്ടിന്റെ എണ്ണം 10 ആയിരുന്നു. അതിന്റെ പകുതി ഒരു 5 കൂടെ എന്ത് വന്നു ഈ ആറിന് വോട്ടായിട്ട് വന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, മൊത്തത്തിൽ 100 യൂണിറ്റ് വോട്ട് ഉണ്ടായിരുന്നു. അതിൽ 10 1/10 ആണെങ്കിൽ ഇൻവാലിഡ് എന്ന് പറഞ്ഞാൽ 10 യൂണിറ്റ് ഇൻവാലിഡ് ആയിട്ട് പോയി, 90 വാലിഡ് ആയിട്ട് വന്നു. ഇനി അടുത്ത പറയുന്നതെന്ന് പറഞ്ഞാൽ മൊത്തത്തില് ആറിനും എസിനും കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ടോട്ടൽ വോട്ടിന്റെ ഹാഫ് ആണ് എന്ന് പറഞ്ഞാൽ 50 ആണ് അവിടെ കിട്ടുക. എന്നിട്ട് ആറിനും എസിനും ഈക്വൽ വോട്ട്സ് ആണ് കിട്ടുന്നത്. ഈക്വൽ വോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നേ? 50ന്റെ പകുതി ഇവിടെ വരും, 50ന്റെ പകുതി ഇവിടെ വരും. ഓക്കെ, ഇനി കുറച്ച് മെഷീന്റെ ഒരു എറർ കാരണം അവിടെ എന്താ സംഭവിക്കുന്നത്? എസിന്റെ പകുതി വോട്ട് ആറിന് കിട്ടും. എസിന്റെ പകുതി വോട്ട് എന്ന് പറഞ്ഞാൽ എത്ര? 25ന്റെ പകുതി 12.5. ഇനി അടുത്തത് എന്താ? ഇൻവാലിഡ് വോട്ടിന്റെ പകുതി വോട്ട് കൂടെ ആർക്ക് വരും? ആറിന് വരും. ഓക്കെ, അപ്പോ മൊത്തത്തിൽ ആറിന് കിട്ടുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ 5, ഇവിടെ നമുക്ക് 1, 42.5 യൂണിറ്റ് വോട്ടാണ് നമ്മുടെ ആറിന് കിട്ടുന്നത്. ഇനി അടുത്തത് വാട്ട് ഈസ് ദ ഓവറോൾ പെർസെന്റേജ് ഓഫ് വോട്ട്സ് സെക്യൂർഡ് ബൈ ആർ ഡ്യൂ ടു ഫോൾട്ട്? ഓവറോൾ ആറിന് കിട്ടിയ വോട്ട് എത്ര? 42.5 ഡിവൈഡഡ് ആൻസർ 42.5% വരത്തുള്ളൂ. എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ 42.5 ആണ് അയാൾക്ക് കിട്ടിയ വോട്ട്. അതേ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോട്ട് 100 into 100 ക്യാൻസൽ ചെയ്യാം. അപ്പോ 42.5% ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന്? ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യൻ വായിച്ച് അതേപോലെ എഴുതുന്നതേ ഉള്ളൂ. ഓവറോൾ നമ്മൾ 100 യൂണിറ്റ് വോട്ടാണ് ടോട്ടൽ വോട്ട് എടുത്തത്. അതിന്റെ 1/10 എന്ന് പറഞ്ഞാൽ 10 യൂണിറ്റ് ഇൻവാലിഡ് ആണ്. അപ്പൊ ബാലൻസ് 90 യൂണിറ്റ് ഉണ്ട്. അതിൽ ആറിനും എസിനും കൂടെ കിട്ടുന്നത് ടോട്ടൽ വോട്ടിന്റെ 50% അല്ലെങ്കിൽ ഹാഫ് ആണ്. എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോട്ടിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ 50 വരും. ആറിനും എസിനും ഈക്വൽ വോട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ 25ഉം ഇവിടെ 25. ടെക്നിക്കൽ ഇഷ്യൂ കാരണം എസിന്റെ വോട്ടിന്റെ ഹാഫ് എവിടെ വരുന്നേ? ആറിന് കിട്ടുന്നു. അപ്പൊ എസിന്റെ വോട്ട് 25 ആണ്. 25ന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 12.5. ഓക്കെ, എന്നിട്ട് എന്തും കൂടെ കിട്ടുന്നുണ്ട്? നമ്മുടെ ഇൻവാലിഡ് വോട്ടിന്റെ ഒരു പകുതിയും കൂടെ കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 10ന്റെ പകുതി ആകുമ്പോ 5. ഓവറോൾ 42.5 യൂണിറ്റ് ആണ് എന്തായിട്ട് വരിക? വോട്ടിന്റെ എണ്ണമായിട്ട്. ആറിന്റെ വോട്ട് 42.5 എന്ന് പറഞ്ഞാൽ എത്ര? നമ്മൾ കണ്ടുപിടിക്കേണ്ട ഓവറോൾ പെർസെന്റേജ് ഓഫ് വോട്ട് ഓഫ് ആറ്. കിട്ടിയ വോട്ട് 42.5. ഓവറോൾ ടോട്ടൽ വോട്ടിന്റെ എത്ര ശതമാനമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അപ്പൊ 42.5 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോട്ട് 100 into 100. അപ്പൊ നമുക്ക് 42.5% ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് ചെയ്യാനായിട്ട് നോക്കിയേ. A sold an article to B at a profit of ₹20%. ₹20% അല്ല, at a profit of 20%. B spent ₹2,400 on repairing and sold it to C at a profit of 25% at ₹9,000. What is the CP of A? Okay. എ ഒരു ആർട്ടിക്കിള് ബിന് സെൽ ചെയ്തത് 20% പ്രോഫിറ്റിന്. ബി പിന്നെ വാങ്ങിയതിനു ശേഷം 2,400 റിപ്പയറിംഗ് കൂടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് സിക്ക് വെക്കുന്നത് 25% പ്രോഫിറ്റിന്. എന്നിട്ട് സി അത് വാങ്ങിച്ചത് 9,000 റുപ്പീസിനാന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ CP ഓഫ് എ എത്ര? നമ്മൾ ആലോചിക്കേണ്ടത്, ഇടയ്ക്ക് ബി ഒരു റിപ്പയറിങ്ങിനുള്ള പൈസയും കൂടെ ചെലവാക്കി, അതും കൂടെ കൺസിഡർ ചെയ്തിട്ടേ നിങ്ങൾ ചെയ്യാവൂ. ഓക്കെ, ഞാൻ കുറച്ച് സമയം തരാം. ഓക്കെ, 1 മിനിറ്റ് സമയം, 1 മിനിറ്റ് ചെയ്യാനുണ്ട്. എന്നാലും ഞാൻ മാക്സിമം ഒരു 1 മിനിറ്റ് തരാം. നമുക്കല്ലാതെ 1 മിനിറ്റും നമുക്ക് 1 മിനിറ്റും കുറച്ച് സമയം കൂടെ തരാം. പെട്ടെന്ന് ചെയ്യണം.
ഓക്കെ, ചെയ്തു കഴിഞ്ഞോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, എന്നാ സ്റ്റാർട്ട് ചെയ്യാം. എ സോൾഡ് ആൻ ആർട്ടിക്കിൾ ടു ബി. അപ്പൊ എ ബിക്ക് കൊടുത്തു, ബി സിക്ക് കൊടുത്തു. ഇവിടെ എയുടെ സി പി ഞാനിപ്പോ 100 എടുക്കുവാണ്. അയാള് ബിക്ക് കൊടുത്തത് 20% പ്രോഫിറ്റിനാണ്. 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? ബിക്ക് 120ക്കാണ് കൊടുത്തേക്കുന്നത്. ഇനി ബി സ്പെൻഡ് 2400 on repairing and sold it to C at a profit of 25%. എന്ന് പറഞ്ഞാൽ ഇനി ബി കൊടുക്കുന്നത് ഇതിന്റെ 25%-ല്ല, മറിച്ച് റിപ്പയറിങ്ങിന് സ്പെൻഡ് ചെയ്തിട്ട് ഒരു എമൗണ്ട് സി പി ആയിട്ട് ആവുമല്ലോ. എന്ന് പറഞ്ഞാൽ ബി ഇപ്പൊ വാങ്ങിയത് ഒരു 1000 രൂപയ്ക്കാന്ന് വെച്ചോ, 1000 അല്ല, ഒരു 5000 രൂപയ്ക്കാന്ന് വെച്ചോ. എന്നിട്ട് റിപ്പയറിംഗ് 2400 കൂടെ ചേർത്താൽ അയാളുടെ സി പി, ബിയുടെ സി പി ഇപ്പൊ എത്രയായി? 7400 രൂപയാണ് ബിയുടെ സി പി. അതിന്റെ 25% ലാഭം കിട്ടുന്ന രീതിയിലാണ് സിക്ക് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ 120ന്റെ 25% ഒന്നും ചിന്തിക്കരുത്, അത് തെറ്റാണ്. ഓക്കെ, നമ്മൾ ചിന്തിക്കേണ്ട എത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ ബിക്ക് ഒരു സി പി ഉണ്ട് എന്ന് പറഞ്ഞാൽ റിപ്പയറിംഗും കൂടെ ചേർത്ത് എല്ലാ പൈസയും കൂടെ ചേർത്ത് ഒരു സി പി ഉണ്ട്. അതിന്റെ 25% കൂട്ടിയാണ് വിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ 125നാണ് വിൽക്കുന്നത്. ഇവിടെ തന്നേക്കുന്ന 9000 എന്ന് പറഞ്ഞാൽ എന്താ? 125 യൂണിറ്റിന്റെ പ്രൈസ് ആണ്. ഓക്കെ, അപ്പൊ 125 യൂണിറ്റ്, ഒരു യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 9000 ഡിവൈഡഡ് ബൈ 125 ആണ് ഒരു യൂണിറ്റിന്റെ വാല്യൂ. അപ്പൊ നമ്മൾ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വേണമെങ്കിൽ 90 into 100 divided by 125 എന്ന് എഴുതാം. ഇതാകുമ്പോ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാലോ. 25 വെച്ച് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 5 വന്നു, ഇവിടെ 4 വന്നു. വീണ്ടും ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യാം. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 18 into 4 കിട്ടി. 18 into 4 ആകുമ്പോൾ നമുക്ക് എത്ര ആയിരുന്നു? 5 വെച്ചിട്ട് 18 into 4 ആകുമ്പോൾ നമുക്ക് 72 എന്ന് വരും. അപ്പോ നമുക്ക് 100 യൂണിറ്റിന്റെ വാല്യൂ കണ്ടുപിടിച്ചാലേ ബിയിലോട്ട് എത്താൻ പറ്റൂ. ബി കിട്ടിയാലല്ലേ എയിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ 100 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് 18 into 4 ആകുമ്പോൾ 72, 72 into 100 എടുക്കാം. കാരണം ഇവിടുത്തെ വാല്യൂ നമുക്ക് 72 കിട്ടിയേക്കുന്നത്. അപ്പൊ 72 into 100 ആകുമ്പോൾ 7200 ആണ് നമ്മുടെ ബിയുടെ വാല്യൂ. ഓക്കെ, പക്ഷെ ഈ 7200 എന്തും കൂടെ ഉണ്ട്. ഇവിടെയല്ലേ 7200 കിട്ടിയത്. 7200 യഥാർത്ഥത്തിൽ എയുടെ കയ്യിൽ നിന്ന് ബി വാങ്ങിയത് 7200 രൂപയ്ക്കല്ല ഈ കമോട്ടി എയുടെ കയ്യിൽ നിന്ന് ബി വാങ്ങിയത്, മറിച്ച് 2400 രൂപയും കൂടെ കുറച്ചുള്ള എമൗണ്ടിനാണ് വാങ്ങിച്ചത്. 2400 രൂപയും കൂടെ കുറച്ചുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ 4800 രൂപയ്ക്കാണ് എയുടെ കയ്യിൽ നിന്ന് ബി ഇത് വാങ്ങിയത്. ഓക്കെ, അപ്പോ അതിന്ന് എന്ത് മനസ്സിലായി? ബിയുടെ എയുടെ യഥാർത്ഥ സെല്ലിംഗ് പ്രൈസ് നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ബിയുടെ യഥാർത്ഥ സി പി നമുക്ക് കിട്ടി, ബി വാങ്ങിയ വില നമുക്ക് കിട്ടി. അതല്ലേ 120 യൂണിറ്റ്. 120 യൂണിറ്റ് ആണ് 4800. ഇവിടെ നിന്ന് ഒരു യൂണിറ്റിന്റെ വാല്യൂ 4800 ഡിവൈഡഡ് ബൈ 120 എന്ന് കിട്ടും. ക്യാൻസൽ ചെയ്യാം. 40, ഒരു യൂണിറ്റ് 40 ആണെങ്കിൽ നമുക്ക് വേണ്ടത് 100 യൂണിറ്റ്. 100 യൂണിറ്റ് ആകുമ്പോൾ 40 into 100 ആകുമ്പോൾ നമുക്ക് എന്താ വരിക? 4000 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 4000. ഒന്നും കൂടെ ഞാൻ പറയാം. എ ഒരു കമ്മോട്ടി ബിക്ക് കൊടുത്തു. എ ബിക്ക് കൊടുത്തത് 20% പ്രോഫിറ്റിന്. അപ്പൊ ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 120 വന്നു. ഇനി ബി ആണെങ്കിൽ അഡീഷണൽ 2400 രൂപ എന്തിനും കൂടെ ചിലവാക്കി? റിപ്പയറിങ്ങിന് ചിലവാക്കി. എന്നിട്ട് അത് സിക്ക് കൊടുക്കുന്നു. അത് 25% ലാഭത്തിന്. പക്ഷേ 120ന്റെ 25% ലാഭത്തിനല്ല കൊടുക്കുന്നത്, മറിച്ച് അയാള് വാങ്ങിയ വിലയുടെ കൂടെ 2400 കൂടെ ചേർത്ത് അയാളുടെ ആ സി പിയിൽ നിന്നാണ് 25% ലാഭത്തിന് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ബിയുടെ വാല്യൂ ഇപ്പൊ 100 ആയിട്ട് എടുക്കാൻ പറ്റൂ. പുതിയ സിയുടെ വാല്യൂ എത്ര? 125 യൂണിറ്റ്. 125 യൂണിറ്റ് ഇപ്പൊ 9000 ആണെന്ന് കിട്ടി. ഒരു യൂണിറ്റ് 72 ആണെന്ന് കിട്ടി. അപ്പൊ 100 യൂണിറ്റ് 7200 എന്ന് കിട്ടി. ഈ 7200 രൂപയ്ക്കല്ല യഥാർത്ഥത്തിൽ ബി കമ്മോട്ടി വാങ്ങിയത്, മറിച്ച് 7200 2400 കുറച്ചാൽ
4800 രൂപയ്ക്കാണ് ഇത് എയുടെ കയ്യിൽ നിന്ന് ബി വാങ്ങിച്ചത്. അപ്പോ എയുടെ വില കണ്ടുപിടിക്കാൻ ഇത് എത്ര വിലക്ക് വാങ്ങി എന്ന് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ? 120 യൂണിറ്റ് ആണ് 4800. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുന്നത്? 40. അപ്പൊ 100 യൂണിറ്റിന്റെ വാല്യൂ എത്ര? 4000. കൺസെപ്റ്റ് കണക്ട് ആയോ? അപ്പോ ഇടയ്ക്ക് ഒരു റിപ്പയറിംഗ് കൂടെ കയറി വരുന്നോണ്ടാണ് നമുക്ക് ഇത്രയും ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? അപ്പൊ ഇത് കൃത്യമായിട്ട് നോക്കിയിട്ട് പോണം ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് കിട്ടുന്നില്ലെങ്കിലും പ്രശ്നമില്ല, 1-2 വട്ടം ഇതൊന്ന് കണ്ടുപഠിച്ചാൽ മതി. കിട്ടുന്ന ആൾക്കാര് ഓക്കെ ആണ്. അപ്പോ അതുകൊണ്ട് നിങ്ങൾ കണ്ട് പാനിക് ആവരുത്, കൃത്യമായിട്ട് തന്നെ ഇത് നോക്കിയിട്ട് പോവാ. കാരണം എക്സാമിന് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് അറിയത്തില്ല, നമുക്ക് ഈസി ലെവൽ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, മോഡറേറ്റ് ലെവൽ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, മറിച്ച് എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യനും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റണം. അതിൽ ഈസി ലെവൽ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് പോയാൽ മതി, ചെയ്യാൻ പറ്റും. Okay, അടുത്ത ക്വസ്റ്റ്യൻ. A shopkeeper marks a product at 3750. He sells it at a 20% discount and still makes a profit of 250. Calculate the difference between the market price and the cost price. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. മാർക്കറ്റ് പ്രൈസിന്റെ വാല്യൂ 3750. പ്രോഫിറ്റ് കിട്ടിയത് 20% ഡിസ്കൗണ്ട് കിട്ടിയ പ്രോഫിറ്റ് ആണെങ്കിലോ 250. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസിന്റെയും കോസ്റ്റ് പ്രൈസിന്റെയും റേഷ്യോ. ഓക്കെ, ചെയ്യാൻ നോക്കിയേ. പെട്ടെന്ന് ചെയ്യാം. പെട്ടെന്ന് ചെയ്യാൻ നോക്കുക, കുറച്ച് സമയം തരാം. ഓക്കെ, ചെയ്യാൻ പറ്റുന്നുണ്ടോ? പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. മാർക്കറ്റ് പ്രൈസ് ഓൾറെഡി തന്നിട്ടുണ്ട്, കോസ്റ്റ് പ്രൈസ് ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, തന്നേക്കുന്ന ഹിന്റ് എന്താ? 20% ഡിസ്കൗണ്ട് ഉണ്ട്, പ്രോഫിറ്റ് ഒരു 250 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാവുന്ന. ഓക്കെ ആണല്ലോ. അപ്പോ മാർക്കറ്റ് പ്രൈസ് 3750. ഓക്കെ, ഇനി അയാൾ അത് വിൽക്കുന്നത് 20% ഡിസ്കൗണ്ടിലാണ്. നമുക്കറിയാം 20% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ആണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. മാർക്കറ്റ് പ്രൈസിന്റെ 20% ഡിസ്കൗണ്ട് പോയി കഴിഞ്ഞാൽ 80% ആണ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് വരിക. അല്ലെങ്കിൽ ഇതിന് 20% പോയിട്ട് ബാക്കിയാണ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തില് ഒന്നുകിൽ 3750ന്റെ 80% കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ 3750ന്റെ 20% കണ്ടുപിടിച്ചിട്ട് കുറച്ചാലും മതി. നമുക്കറിയാം 3750ന്റെ 10% എത്ര? 10% 375 ആയിരിക്കുമല്ലോ. 375 ആണ് 10%. അപ്പൊ 20% ആകുമ്പോ ഇതിന്റെ ഇരട്ടി എടുക്കുക. 300ന്റെ ഇരട്ടി ആകുമ്പോ 600ഉം, അതേപോലെ 75ന്റെ ഇരട്ടി ആകുമ്പോ എത്ര? 150ഉം. അപ്പൊ എന്താ നമുക്ക് കിട്ടുന്നത്? 750 രൂപയാണ് 20% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ. 3750 750 പോയി കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര? 3000 രൂപയാണ് സെല്ലിംഗ് പ്രൈസ്. ക്ലിയർ ആയോ? 3000 രൂപയാണ് സെല്ലിംഗ് പ്രൈസ്. 3000 രൂപ സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എങ്ങനെ കിട്ടും? ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 250 രൂപയാണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിനും 250 കൂടുതലാണ് സെല്ലിംഗ് പ്രൈസില് എന്ന് പറഞ്ഞാൽ ഇവിടെ അത് കുറവായിരിക്കും. 2750 ആണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ്. നമ്മുടെ ചോദ്യം മാർക്കറ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് മാർക്കറ്റ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് 3750, കോസ്റ്റ് പ്രൈസ് 2750. നമുക്ക് 1000 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി 1000 rupees ആണ് ആൻസർ ആയിട്ട് വരുന്നത്.
ക്ലിയർ ആയ ക്വസ്റ്റ്യൻ? വേറെ ഒന്നുമില്ല, മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, 20% ഡിസ്കൗണ്ടിനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 3750 20% നമുക്ക് എത്ര കിട്ടി? 750. അപ്പൊ 3750 പോയി 3000 ആണ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് അറിയാം, പക്ഷെ കോസ്റ്റ് പ്രൈസിലോട്ട് എത്താൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. 250 രൂപയാണ് അയാൾക്ക് കിട്ടിയ ലാഭം. 250 ആണെങ്കിൽ ആ 250 കുറച്ചാലാണ് സി പിയിലോട്ട് എത്തുക. അപ്പൊ 2750 ആണ് സി പി. ഓക്കെ, ഇനി മാർക്കറ്റ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അപ്പൊ എന്ത് കിട്ടും? 1000. ഓക്കെ ആണല്ലോ? ഇത്ര ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, എങ്ങനെയായിരിക്കും ചെയ്യാൻ പറ്റുക? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്. വായിച്ചു നോക്കിക്കേ. A train is going in the north direction at a speed of 18 meters per second from a point, while another train is going in the south direction at a speed of 12 meters per second from the same point. In how much time would the distance between both the train become? 367.2 എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ട്രെയിൻ നോർത്തിലോട്ടും പോയി, ഒരു ട്രെയിൻ സൗത്തിലോട്ടും പോയി. ഓക്കെ, ഒരു ട്രെയിൻ നോർത്തിലോട്ടും പോയി, ഒരു ട്രെയിൻ സൗത്തിലോട്ടും പോയി. ഈ പോയിന്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അവരങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു ട്രെയിനിന്റെ സ്പീഡ് 18 മീറ്റർ പെർ സെക്കൻഡും അടുത്ത ട്രെയിനിന്റെ ആണെങ്കിൽ 12 മീറ്റർ പെർ സെക്കൻഡും ആണ്. ഇവരുടെ ഇടയ്ക്കുള്ള ദൂരം എത്ര സമയം കഴിയുമ്പോഴാണ് 367.2 കിലോമീറ്റർ ആയിട്ട് മാറുക? ഓക്കെ, ഇവരുടെ ഇടയ്ക്കുള്ള ദൂരം എത്ര സമയം കഴിയുമ്പോഴാണ് 367.2 കിലോമീറ്റർ ആയിട്ട് മാറുക? ഇതാണ് ചോദ്യം. ഇടയ്ക്കുള്ള ദൂരം വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഇൻറ്റു ടൈം ആയിരുന്നു. അപ്പോ നമ്മളിത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കിയേ. എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഇവരുടെ ഇടയ്ക്കുള്ള ദൂരം ഇത്രയാവുക? ഇടയ്ക്കുള്ള ദൂരം ഇത്ര ആവുക എന്നാണ് ചോദ്യം. സമയം, ടൈം ഇസിക്കൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ രണ്ടുപേരും മോഷൻ ആവുമ്പോ എന്തെടുക്കുക? റിലേറ്റീവ് സ്പീഡ് എടുക്കുക. ചെയ്യാൻ നോക്കിയേ, പെട്ടെന്ന് ചെയ്യാൻ നോക്കിയേ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഭയങ്കര കട്ടിയുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് പറയുന്നില്ല. സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കൺസെപ്റ്റ് മനസ്സിലാക്കി എല്ലാവർക്കും ചെയ്യാം. ഓക്കെ, ചെയ്തോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ time is equal to distance between them divided by the relative speed. Distance between them 367.2. റിലേറ്റീവ് സ്പീഡ് രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്ന് എന്ത് ചെയ്യണം? പ്ലസ് ചെയ്ത് എഴുതുമല്ലോ. രണ്ടോടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 30. പക്ഷെ എന്ത് ചെയ്യണം? 30 മീറ്റർ പെർ സെക്കൻഡിലാണ്. ഇവിടെ കിലോമീറ്ററിലാണ് ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത്. അതിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് ആക്കാൻ എന്താ ചെയ്യണ്ടേ? 30 × 18/5 ചെയ്യാം. ഓക്കെ, 30 × 18/5 ചെയ്യാം. അപ്പൊ 30 × 18/5 ആകുമ്പോ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്തു. ഇവിടെ ഒരു 6 വന്നു. 6 × 18 ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ നമുക്ക് 6 വെച്ച് ക്യാൻസൽ ചെയ്യാം. 6 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 61.2 ഇവിടെ വരും. ഇത് രണ്ടും കൂടെ വീണ്ടും നമുക്ക് എന്ത് വെച്ച് ക്യാൻസൽ ചെയ്യാം? 6 വെച്ച് ക്യാൻസൽ ചെയ്ത് ഇവിടെ 3 വന്നു. ഇവിടെ ആണെങ്കിൽ 10.2 വന്നു. വീണ്ടും നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാം. അപ്പൊ 3.4 അവർ ആണ് നമുക്ക് വരുന്നത്. 3.4 hours ആണ് ആൻസർ ആയിട്ട് വരിക. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. റിലേറ്റീവ് സ്പീഡ് ആകുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പോൾ പ്ലസ് ചെയ്തെടുക്കുക. ടൈം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഡിവൈഡഡ് ബൈ റിലേറ്റീവ് സ്പീഡ് ആണെന്ന് അറിയാമല്ലോ. ഓക്കെ, 3.4 hours ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. Diksha marks up an item by ₹150 and sell it at a discount of 10% such that
she earns a percentage profit of 20%. അപ്പോ at what price did she sell the item? അപ്പോ മാർക്കപ്പ് ചെയ്തേക്കുന്നത് 150-നാണ് എന്ന് പറഞ്ഞാൽ 100 രൂപ വിലയുള്ള സാധനമാണെങ്കിൽ അതിന് ഇപ്പോ 100 രൂപ പ്ലസ് 150 കൂടെ ചേർത്ത് 250 മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, സെൽ ഇറ്റ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 10%. 10%-നാണ് ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്നത്, അല്ല 10% ഡിസ്കൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രോഫിറ്റ് കിട്ടിയേക്കുന്നത് 20%. അപ്പൊ വാട്ട് ഈസ് ദ പ്രൈസ് ഡിഡ് ഷീ സെൽ ദ ഐറ്റം? ആ ഐറ്റം വിറ്റേക്കുന്നത് എത്ര രൂപയ്ക്കാണ്, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര? ഇതാണ് നമ്മുടെ ചോദ്യം. കുറച്ച് സമയം തരാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ചെയ്യാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് ട്രൈ എങ്കിലും ചെയ്യണം കേട്ടോ. ഞാൻ ഒരു ഹിന്റ് പറഞ്ഞുതരാം. ഇവിടെ തന്നേക്കുന്ന എന്താ? പ്രോഫിറ്റ് പെർസെന്റേജ് തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് പെർസെന്റേജ് തന്നിട്ടുണ്ട്, മാർക്കപ്പ് പെർസെന്റേജ് അല്ല മാർക്കപ്പ് പ്രൈസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി സെല്ലിംഗ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഡിസ്കൗണ്ട് പെർസെന്റേജും മാർക്കപ്പ് പെർസെന്റേജും കമ്പൈൻ ചെയ്തിട്ട് പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്തായിരുന്നു? നെറ്റ് ഇഫക്റ്റ് അല്ലെങ്കിൽ സക്സസീവ് മെത്തേഡ്. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യനില് ഡിസ്കൗണ്ട് പെർസെന്റേജും മാർക്കപ്പ് പെർസെന്റേജും തന്നിട്ടുണ്ട്. മാർക്കപ്പ് പെർസെന്റേജ് തന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആണോ ലോസ് പെർസെന്റേജ് ആണോ അറിയാൻ വേണ്ടി ഇതിന്റെ സക്സസീവ് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഡിസ്കൗണ്ട് ഇപ്പൊ ഒരു 10% ഡിസ്കൗണ്ടും മാർക്കപ്പ് പെർസെന്റേജ് ആണെങ്കിൽ ഒരു 5%. മാർക്കപ്പ് ചെയ്തേക്കുന്നത് 5%. പ്രോഫിറ്റ് ആണോ അതോ ലോസ് ആണോ അവിടെ ഉണ്ടായത് കണ്ടുപിടിക്കുക. എത്ര ചെയ്താൽ മതി? പ്രോഫിറ്റ് ഓർ ലോസ് പെർസെന്റേജ് ഇസ് ഇക്വൽ ടു ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ -10. ഇനി അടുത്ത സക്സസീവ് ആണ് യൂസ് ചെയ്യുന്നത്. മാർക്കപ്പ് ആവുമ്പോൾ +5 -10 × 5 ഡിവൈഡ് ബൈ 100. ക്യാൻസൽ ചെയ്യാം, നമുക്ക് കിട്ടാം -5 -5/10 എന്ന് പറഞ്ഞാൽ -5.5 ആണ് നമുക്ക് ആൻസർ ആയിട്ട്. എന്താണ് ലോസ് ഓഫ് 5.5. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനിലും ആ കൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാലോ. പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെന്റേജ്, ഇവിടെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് 20%, ഈക്വൽ ടു ഡിസ്കൗണ്ട് -10. മാർക്കപ്പ് പെർസെന്റേജ് നമുക്ക് അറിയത്തില്ല, നമുക്ക് അതിനെ +m എന്ന് എടുക്കാം. ഇനി -10m ഡിവൈഡഡ് ബൈ 100, ഇത് രണ്ടോടെ ക്യാൻസൽ ചെയ്തു, ഇത് അപ്പുറത്ത് പോകുമ്പോ 30 എന്ന് വരും. 30 is equal to m minus m/10 എന്ന് പറഞ്ഞാൽ 9m/10 is equal to 300. ഇത് രണ്ടും കൂടെ നമുക്ക് ക്യാൻസൽ, ഇവിടെ ഒരു 10 വരും, ഇവിടെ ഒരു 3 വരും. അപ്പൊ നമുക്ക് കിട്ടുക 100 ഡിവൈഡഡ് ബൈ 3 ആണ് എമ്മിന്റെ വാല്യൂ. ഓക്കെ, 100 ഡിവൈഡ് ബൈ 3 പെർസെന്റേജ് ആണ് എമ്മിന്റെ വാല്യൂ. 100 ഡിവൈഡ് ബൈ 3 പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 33 1/3% ആണ് മാർക്കപ്പ് പെർസെന്റേജ്. നമുക്ക് ഇതിന്റെ ഫ്രാക്ഷൻ വാല്യൂ എത്രയാണെന്ന് അറിയാം? 1/3 അല്ലേ? പെർസെന്റേജ് പഠിച്ചപ്പോ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? 33 1/3%ന്റെ ഫ്രാക്ഷൻ വാല്യൂ 1/3 ആണ്. അപ്പൊ നമുക്കറിയാം മാർക്കപ്പ് പെർസെന്റേജിന്റെ ഇക്വേഷൻ മാർക്കപ്പ് എമൗണ്ട് ഡിവൈഡഡ് ബൈ CP × 100 ആണ്. ഓക്കെ, അപ്പോ ഇതിനകത്ത് ഈ 3 എന്ന് പറയുന്നത് എന്താ? 3 ഡിനോമിനേറ്റർ ഉള്ളത് CP ആണ്, മേളിലുള്ളതാണ് മാർക്കപ്പ് എമൗണ്ട്. ഓക്കെ, ഇവിടുന്ന് ഒരു യൂണിറ്റിന്റെ വാല്യൂ ആണ് നമുക്ക് എന്തെന്ന് മനസ്സിലായി. മാർക്കപ്പ് എമൗണ്ട് 150 ആണ് തന്നിട്ടുണ്ട്, 150 രൂപ വിലക്കൂട്ടിയായിട്ടേക്കുന്നത്. അപ്പോ ഇവിടുന്ന് CP എത്രാന്ന് കിട്ടി? 150 × 3. ഓക്കെ, 150 × 3 ആണ് CP, 450 ആണ് CP. CP 450 ആണെങ്കിൽ at what price did she sell the item? Sell the item, ആ ഐറ്റത്തിന് എത്ര രൂപയ്ക്കാണ് വിറ്റത്? 450 CP ആണെങ്കിൽ അതിന്റെ 20% പ്രോഫിറ്റിനാണ് വിറ്റത്. 450ന്റെ 120%-നാണ് വിറ്റത്. നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോ 450 + 90 എന്ന് പറഞ്ഞാൽ നമ്മള് ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. 45 × 10 + 2 ചെയ്യാം. അപ്പൊ 450 +
90 എന്ന് വരും. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 540 ആണ് ആൻസർ ആയിട്ട് വരിക. 540 ചെയ്യുന്ന മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സക്സീവ് മെത്തേഡ് വെച്ച് വാല്യൂ കണ്ടുപിടിക്കുക. ഈ സൈഡിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെന്റേജ് ആണ് ഈ സൈഡ് യൂസ് ചെയ്യുന്നത്. മാർക്കപ്പ് പെർസെന്റേജും ഡിസ്കൗണ്ട് പെർസെന്റേജും. ഡിസ്കൗണ്ട് വരുമ്പോൾ മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് മാർക്കപ്പ് പെർസെന്റേജ് 33 1/3% അല്ലെങ്കിൽ 1/3 ഫ്രാക്ഷൻ വാല്യൂ വന്നു. അതിലെ ഡിനോമിനേറ്റർ CP ആണ്, മുകളിലുള്ളത് മാർക്കപ്പ് ആണ്. കാരണം മാർക്കപ്പ് പെർസെന്റേജ് ഇസ് ഈക്വൽ ടു മാർക്കപ്പ് എമൗണ്ട് ഡിവൈഡ് ബൈ CP into 100 ആണ്. ഓക്കെ, ഇവിടുന്ന് ഒരു യൂണിറ്റ് മാർക്കപ്പ് ആണ്, ഒരു യൂണിറ്റ് 150 ആണെങ്കിൽ 3 യൂണിറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോ 3 യൂണിറ്റ് ആകുമ്പോൾ എത്ര? 150 into 3 450. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെല്ലിംഗ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? CP അറിയാമെങ്കിൽ CP യിലെ 20% ലാഭം. അപ്പൊ 450 into 120 ഡിവൈഡ് ബൈ 100 ആകുമ്പോൾ നമുക്ക് 540 ആണ് എന്തായിട്ട് വരിക? സെല്ലിംഗ് പ്രൈസ് ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ? ഇത്രയും ക്ലിയർ ആയില്ലേ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഇതൊന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയേ. ഇതിൽ അണ്ടർലൈൻ വന്നു കേട്ടോ. പെട്ടെന്ന് വായിച്ചു നോക്കുക, കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. P can complete a round of circular track in 1 minute and 15 seconds, while Q can complete a round in 30 seconds. If they start moving from the same point and move in the same direction, then they meet after dash seconds എന്ന് എഴുതിക്കോ. ഓക്കെ, രണ്ടുപേരും സർക്കുലർ ട്രാക്കിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഇൻ 1 minute and 15 seconds. P മൂവ് ചെയ്യുന്നത് 1 minute 15 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എത്ര? 1 minute ആകുമ്പോൾ 60 സെക്കൻഡ് ആണ്. 60 സെക്കൻഡും 15 സെക്കൻഡും കൂടെ ആകുമ്പോൾ 75 സെക്കൻഡിലാണ് മൂവ് ചെയ്യുന്നത്. ഇനി Q മൂവ് ചെയ്യുന്നതാണെങ്കിലോ Q കംപ്ലീറ്റ് റൗണ്ട് എടുക്കാൻ വേണ്ടി 30 സെക്കൻഡ് എടുക്കും. They start moving from the same point. Same point എന്നാണ് രണ്ടുപേരും മൂവ് ചെയ്യുന്നത്. They start moving from the same point and move in the same direction. രണ്ടുപേരും സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് they meet after എത്ര സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇവര് മീറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ എവിടെ വേണമെങ്കിലും വെച്ച് ഇവര് മീറ്റ് ചെയ്യാം. ഓക്കെ, എവിടെ വേണമെങ്കിലും വെച്ച് ഇവര് മീറ്റ് ചെയ്യാം. അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ after how many time they meet എന്ന് വെച്ചാൽ time is equal to distance divided by അവരുടെ relative speed. Same direction ആകുമ്പോൾ relative speed എന്താ ചെയ്യേണ്ടത്? സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് അവരുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് അറിയത്തില്ല. ഈ സർക്കുലർ ട്രാക്കിന്റെ ഡിസ്റ്റൻസ് നമുക്ക് അറിയത്തില്ല. നമുക്ക് വേണമെങ്കിൽ ഈ 75ന്റെ 30ന്റെ നമ്മൾ ഒരു ഊഹിച്ചങ്ങ് എടുക്കാം. ഒരു വാല്യൂ നമുക്ക് വേണമെങ്കിൽ അങ്ങ് എടുക്കാം, അസ്യൂം ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ വാല്യൂ 75 30 ഒക്കെ അല്ലേ ചെയ്യാൻ എളുപ്പത്തിന് ഞാനിത് 150 ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. ഡിസ്റ്റൻസ് 150 യൂണിറ്റ് ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് നമുക്ക് 150 കിട്ടി. ഇനി രണ്ടുപേരുടെ സ്പീഡ് അറിയണം. ആകെ എനിക്കറിയാവുന്ന അവരുടെ ടൈമാണ്. പക്ഷേ ഈ P എന്ന് പറയുന്ന ആൾ ഈ 150 യൂണിറ്റ് കവർ ചെയ്യാൻ എടുക്കുന്ന സമയം എനിക്ക് കണ്ടുപിടിക്കാം. ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഇവിടത്തെ ഡിസ്റ്റൻസ് 150 ആണ്. P പോകുന്നത് 75 സെക്കൻഡിലാണ്. ഓക്കെ, അപ്പോ സോറി, ഇവിടെ ടൈം അല്ല കണ്ടുപിടിക്കേണ്ടത്. ടൈം അല്ല, Pയുടെ സ്പീഡ് കണ്ടുപിടിക്കാം. Pയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. ഓക്കെ, ഡിസ്റ്റൻസ് 150 ആണ്, ടൈം 75 ആണ്. ക്യാൻസൽ ചെയ്യുമ്പോൾ 2 അല്ലേ നമുക്ക് സമയമായിട്ട് കിട്ടുന്നത്? 2. ഓക്കെ, 2 ആണ് സമയമല്ല സ്പീഡ് ആയിട്ട് കിട്ടുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തെ ക്യൂവിന്റെ കേസിലാണെങ്കിൽ സ്പീഡ് ഇസ് ഈക്വൽ ടു 150 ഡിവൈഡഡ് ബൈ 30. ക്യാൻസൽ ചെയ്യുമ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എടുത്തോ. മീറ്റർ പെർ സെക്കൻഡ്, ഇവിടെ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ്. ഇനി Pയുടെ സ്പീഡ് അറിയാം, Qയുടെ സ്പീഡ് അറിയാം. റിലേറ്റീവ് സ്പീഡ് രണ്ടുപേരും സെയിം ഡയറക്ഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 5 minus 2 ചെയ്യാം. 5 minus 2 ആകുമ്പോൾ 3. അപ്പൊ 150 ഡിവൈഡ് ബൈ 3 ആകുമ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ആൻസർ എന്താ? 50 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സർക്കുലർ ട്രാക്കിന്റെ കേസാണ്. രണ്ടുപേരും സെയിം പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തു, സെയിം ഡയറക്ഷനിൽ തന്നെ പൊക്കോണ്ടിരിക്കുവാണ്. എത്ര സമയം കഴിഞ്ഞ് ഇവരിനെ മീറ്റ് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയുള്ള കേസിൽ സമയം കണ്ടുപിടിക്കുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദ ട്രാക്ക് ഡിവൈഡഡ് ബൈ റിലേറ്റീവ് സ്പീഡ്. ഇവിടെ
നമുക്ക് ആകെ 2 പീരിയം ക്യൂരിയം എടുത്തേക്കുന്ന സമയം മാത്രം അറിയാം. ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ 75 സെക്കൻഡും 30 സെക്കൻഡും എടുക്കുന്ന മാത്രം തന്നിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? 75ന്റെയും 30ന്റെയും എൽസിയം അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്പർ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. കാരണം സ്പീഡ് കണ്ടുപിടിക്കുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, പക്ഷേ ഏറ്റവും എളുപ്പമുള്ളത് എടുക്കാം. 150 ആകുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ 150 യൂണിറ്റ് എടുത്തു. ഇനി റിലേറ്റീവ് സ്പീഡ് അറിയണമെങ്കിൽ പീരിയം ക്യൂരിയം സ്പീഡ് അറിഞ്ഞിരിക്കണം. അപ്പൊ 150 യൂണിറ്റ് ഡിസ്റ്റൻസ് ആണ് 75 സെക്കൻഡിൽ പോയത്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് 150 ആണ്, ടൈം 75 ആണ്. ക്യാൻസൽ ചെയ്യുമ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അടുത്തത് രണ്ടാമത്തെ സ്പീഡ് 150 ഡിവൈഡഡ് ബൈ 35 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോ നമുക്ക് കിട്ടുന്നത് 150 ഡിവൈഡഡ് ബൈ സെയിം ഡയറക്ഷൻ ആയിട്ട് സബ്ട്രാക്ട് ചെയ്ത് 5 - 2 ആകുമ്പോൾ 150 ഡിവൈഡ് ബൈ 3. ഇനി ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചു ചോദിക്കാം. രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഈ പി ഇങ്ങോട്ടും ക്യൂ ഇങ്ങോട്ടുമാണ് പോയിരുന്നതെങ്കിൽ ഇക്വേഷൻ എന്ത് തന്നെയാണ്? ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ റിലേറ്റീവ് സ്പീഡ് തന്നെയാണ്. പക്ഷെ റിലേറ്റീവ് സ്പീഡ് രണ്ട് സ്പീഡും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ സ്പീഡ് എന്തായിരുന്നു ചെയ്യുന്നത്? ആഡ് ചെയ്യും. ഇനി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പിയും ക്യൂവും എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഇവർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യുക? ഇതാണ് ചോദ്യം. അപ്പൊ ആദ്യത്തെ പി പോകുന്നത് 75 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യും. ക്യൂ ആണെങ്കിൽ ഒരു 30 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടും കൂടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എപ്പോൾ ഒരുമിച്ചെത്തും? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോ അതിന് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ 75ന്റെയും 30ന്റെയും എൽസി എടുക്കുക. 150 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് എത്തുക. ഓക്കെ, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന കേസ് ആണെങ്കിൽ പീരിയം ക്യൂരിയം സമയത്തിന്റെ എൽസി എടുക്കുക. അതെന്ന് പറയുന്നത് എന്താണ്? അതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന കേസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും കൺസെപ്റ്റ് ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. A regular polygon has 30 sides. 30 sides ഉണ്ട്. Find the measure of one interior angle. അപ്പോ റെഗുലാർ പോളിഗണിന്റെ കേസാണ്. 30 സൈഡ് ഉണ്ട്. ഒരു ഇന്റീരിയർ ആംഗിളിന്റെ മെഷർമെന്റ് കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യം. ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാം കേട്ടോ. ഇന്റീരിയർ സം ഓഫ് ദി ഇന്റീരിയർ ആംഗിളിന്റെ ഇക്വേഷൻ അറിയായിരിക്കുമല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ ആണ് നോക്കണ്ട. ക്വസ്റ്റ്യൻ നമ്പർ നോക്കണ്ട. സം ഓഫ് ഇന്റീരിയർ ആംഗിൾ ഓഫ് എ പോളിഗൺ. ഇക്വേഷൻ എന്താ? n-2 into 180 അല്ലേ? അപ്പോ ഇവിടെ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ്. നമ്പർ ഓഫ് സൈഡ്സ് 30. 30 - 2 into 180. 30 - 2 28. 28 into 180 ആണ് ടോട്ടൽ സം എന്ന് പറയും. ഇന്റീരിയർ ആംഗിൾസിന്റെ സം. പക്ഷെ ഒരെണ്ണത്തിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഒരു ആംഗിളിന്റെ വാല്യൂ നമുക്കറിയാം 28 into 180 ആണ് മൊത്തത്തിൽ ഉള്ള എല്ലാ ആംഗിൾസിന്റെ സം. അപ്പൊ ഒരെണ്ണത്തിന്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ബൈ 30 ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്നത് 48 into 6 ആണ്. അപ്പൊ ലാസ്റ്റ് 8 ഉള്ളത് എന്തായാലും 48നെക്കാട്ടിയും വലിയ വാല്യൂ ആയിരിക്കും. അപ്പൊ 28 into 6 ചെയ്ത് നോക്കാം. 48 4. അപ്പൊ 168 ആണ് ആൻസർ ആയിട്ട് വരിക. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും കൺസെപ്റ്റ് ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ, ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മ് നമുക്കറിയാം n-2 into 180 ആണ്. അത് കണ്ടുപിടിച്ചപ്പോ 28 into 18 180 എന്ന് വന്നു. ഇനി നമുക്ക് ഒരെണ്ണത്തിന്റെ വാല്യൂ ആണ് വേണ്ടത്. ഒരെണ്ണത്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 28 into 180 ഡിവൈഡ് ബൈ 30 ചെയ്യണം. ഓക്കെ ആണല്ലോ? ഇത്രയും ക്ലിയർ ആയില്ലേ? ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ?
ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയും ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് ഇത് ഇത്രയും ഫുള്ള് ചെയ്ത് പഠിച്ചിട്ട് നിങ്ങൾ നോട്ടാക്കി എഴുതി വെച്ചാൽ മതി. തോന്നുന്നു ഒരു തവണയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. ഓക്കെ, അഥവാ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നല്ലത്, മനസ്സിലായില്ലെങ്കിൽ ചെയ്ത് പഠിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ എക്സാം നന്നായിട്ട് എഴുതുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അതേപോലെ ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കുക, അതേപോലെ നന്നായിട്ട് എക്സാമിന് വേണ്ടി പഠിക്കുക, ക്ലിയർ ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. Okay, thank you. Happy learning.